ഹലോ ഫ്രണ്ട്സ്, ഇത് നമ്മളെ 2025 അവസാനത്തെ കാഴ്ചകളാണ്. ഇത് നമ്മുടെ കോഴിക്കോടിലെ പുതിയാപ്പ ക്ഷേത്രമാണ്. പുതിയാപ്പ ക്ഷേത്രത്തിൽ ഇപ്പം അടുത്ത് ഉത്സവം ഉണ്ടായിട്ടുള്ളൂ. ആ സമയത്തെ കാഴ്ചകളാണിത്. ഫുള്ള് ലൈറ്റൊക്കെ ഇട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. ഇത് അടുത്ത ലൈറ്റാണ്. എല്ലാ ലൈറ്റും ഭയങ്കര ഭംഗിയായിരുന്നു. കുറേ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ മുന്നിലും ബാക്കിലൊക്കെ ആയിട്ട്. ഈ ടൈമിൽ ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ് ഉണ്ടാവുക. ഇത് പിന്നെ അവസാനത്തേക്ക് എത്തി. അതാ വഴിയാണ്. അവിടെ മുയലും ചെണ്ട കൊട്ടുന്നതും തത്തമ്മയും ഒക്കെ ഉണ്ടായിരുന്നു. അവസാനത്തേക്ക് എത്തിയപ്പോൾ പിന്നെ തിരക്കൊക്കെ കുറഞ്ഞ്. എന്നാലും ഇവിടെ കുറേ ആൾക്കാരുണ്ട്. പക്ഷേ ഈ സൈഡിൽ മാത്രം ലൈറ്റ് ഇല്ല ഗൈസ്. അപ്പുറത്തെ സൈഡിലൊക്കെ ലൈറ്റ് ഉണ്ട്. ഇങ്ങോട്ടേക്ക് വരുന്നവർക്ക് ലൈറ്റ് ഉണ്ട്, പക്ഷെ ഞങ്ങൾക്കൊന്നും ലൈറ്റ് ഇല്ല. അതെന്താ അറിയില്ല, ഇപ്പുറത്തുള്ളവർക്ക് ലൈറ്റ് വെച്ചില്ല. എനിക്ക് തോന്നുന്നു അപ്പുറത്തേക്ക് ആ സൈഡിൽ കൂടെ പോകുന്നവർക്ക് ഒരു ഗ്രാൻഡ് എൻട്രൻസ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാവാം അങ്ങനെ വെച്ചിട്ടുണ്ടാവുക. എന്നാലും ഇവിടെ ഇങ്ങനെ ലൈറ്റിട്ട് കത്തിച്ച് രണ്ട് സൈഡിനും കിട്ടാൻ വേണ്ടി നടുവിലായിട്ട് വെച്ചിരിക്കുകയാണ്. ഏതാല്ലേ ടെക്നോളജിയാ. പിന്നെ അപ്പുറത്തൊക്കെ കുറേ ലൈറ്റ് ഉണ്ട്. പിന്നെ അതാണ് എൻട്രൻസ്, ഈ അമ്പലത്തേക്കുള്ള മെയിൻ എൻട്രൻസ്. പുതിയാപ്പ കോഴിക്കോട് എന്നടിച്ചാൽ ഇതിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ കിട്ടാം. ഇത് പിന്നെ ആ സ്ഥലത്തേക്ക് പോകുമ്പോൾ ഉള്ള ഇതാണ് ഈ ഇതൊക്കെ ലൈറ്റൊക്കെ. പിന്നെ അവിടുത്തെ സ്ഥലമാണിത്. എല്ലാവരും ഇപ്പം അതിലേക്ക് തന്നെയാണ് ചീറി പാഞ്ഞു പോണ്. ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കാഴ്ച. ഇതിനുള്ളിൽ കൂടെ പോകുമ്പോൾ നമ്മളേതോ വേറെ ലോകത്തെത്തിയ മാതിരിയാണ് നമുക്ക് തോന്നുക. നല്ല രസമായിരുന്നു കേട്ടോ ഗൈസ്. ഇത് ഈ ഒരു ദിവസം മാത്രമേ ഉണ്ടാവുള്ളൂ ഈ ലൈറ്റും കാഴ്ചകളും ഒക്കെ. ഈ ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെല്ലാം ഊരി വെക്കും. മിക്ക ലൈറ്റുകളും കേടായിട്ടുണ്ടാവും ആ സമയത്തേക്ക്. ഇതൊരു മസ്റ്റ് വ്യൂ ടെമ്പിളായിരുന്നു. എല്ലാവരും ഒന്ന് പോകണം. ടെമ്പിളാന്ന് പറയാൻ ഒന്നുമില്ല. ടെമ്പിള് നല്ല ഭംഗിയുണ്ടായിരുന്നു. പക്ഷെ ടെമ്പിളിൻ്റെ എൻട്രൻസാണ് ലൈറ്റ് എടുത്ത് ഇതാക്കി. പക്ഷെ ഉള്ളിലേക്ക് ടെമ്പിൾ ഒരു ചെറിയൊരു അമ്പലമാണ്. പക്ഷെ അവിടുത്തെ ആൾക്കൂട്ടും തിരക്കും ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അതേതോ വലിയൊരു അമ്പലമാണ്. ഇത് പിന്നെ നമ്മളെ സ്വന്തം മാനാഞ്ചിറ സ്ക്വയർ. ഇത് ഇപ്പോൾ പോയാലും ഇതേ ലൈറ്റ് നമുക്ക് കിട്ടാം. അവിടെ ഒരു സ്റ്റാറും പിന്നെ ലൈറ്റ് കത്തുന്ന മരവും ആനയും പിന്നെ അതൊരു വലിയ വാലുള്ളൊരു ഡ്രാഗനൊക്കെ ഉണ്ടായിരുന്നു. ആ ഡ്രാഗൻ്റെ മുഖം ഇതാ ഇങ്ങനെ ഇരിക്കും. എന്തോ ഒന്ന് ചിരിച്ച് നിൽക്കുന്ന ഒരു മുഖമല്ലേ ഗൈസ് ഈ ഡ്രാഗൻ്റെത്. പിന്നെ അതാ എന്തോ ഫൗണ്ടൈൻ മാതിരത്തെ എന്തോ ഉണ്ട്. പിന്നെ അതെന്തോ കുത്തി കയറുന്ന ചില്ലൊക്കെ ഉണ്ട്. എല്ലാവരും അതിനെ ഫോട്ടോ എടുത്തിരിക്കുകയാണ്. ഇതെന്തോ ഒരു ക്രിസ്റ്റൽ, പക്ഷെ അതിന് തൊട്ട് നോക്കിയപ്പോൾ അത് വെറും പ്ലാസ്റ്റിക് കവറായിരുന്നു. അവിടെ അതാ കുറച്ച് മഷ്റൂംസും എലിഫൻ്റൊക്കെ ഉണ്ട്. ഇതാണ് പിന്നെ ആ ലൈറ്റ് കത്തുന്ന ഇലയുള്ള മരം. ആ മരം ഭയങ്കര വലുതായിരുന്നു. ഇവിടെ നോക്കിയാലും പിന്നെ അതാ നമ്മളെ ക്രിസ്റ്റലിൻ്റെ മുന്നിൽ നിൽക്കണ്. അപ്പം നമ്മളെ 2025 ഇതാ അവിടെ കഴിയാൻ പോവാണ്. ഇതാണ് ഞങ്ങളെ 2025 അവസാനത്തെ കാഴ്ചകൾ. 2026 ഒരു നല്ല കൊല്ലമാവുമെന്ന് പ്രതീക്ഷിച്ചിട്ട് എല്ലാവർക്കും ബായ്.